നമസ്കാരം. സാഹസം ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംവിധാന സിനിമയാണ്. ആദ്യത്തേത് 21 ഗ്രാംസ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. അത് തിയേറ്ററിൽ അന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. സാഹസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാഹസം ഓൾറെഡി പാട്ടുകളൊക്കെ ഭയങ്കര ട്രെൻഡായി, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പടം കൂടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയിൽ ബിപിൻ അശോകാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് സ്കോറും ഗംഭീരം തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. DOP ആൽബിയാണ്. ആൽബിയുടെ വർക്ക് തന്നെയാണ് ഈ സിനിമയുടെ എന്താ പറയുക മറ്റൊരു വലിയ പ്ലസ്സായി നിൽക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു വലിയ തരക്കേടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എന്താ പറയുക ബിൽഡപ്പും കാര്യങ്ങളൊന്നും സെക്കൻഡ് ഹാഫിൽ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്താ പറയുക കുറേ അപ്പ് ആൻഡ് ഡൗൺസിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓവറോൾ ഒരു വാച്ചബിൾ ഫീൽ ഉണ്ട് സിനിമ. ഈ സിനിമയുടെ ഒരു മെയിൻ ട്രാക്ക് എന്ന് പറയുന്നത് കോമഡി തന്നെയാണ്. ഒരു കളർഫുൾ എൻ്റർടൈനർ എന്നുള്ള രീതിക്ക് ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ് വരുന്നത് എന്താ പറയുക ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുംബൈയിൽ എന്താ പറയുക ഒരു കൊള്ളക്കാരും പോലീസുകാരൊക്കെയുള്ള വെടിവെപ്പും പരിപാടികൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനെ എന്താ പറയുക അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചിയിലേക്ക് സിനിമ ലാൻഡ് ചെയ്യുകയും അങ്ങനെ കൊച്ചിയിലാണ് ബാക്കി കഥ നടക്കുന്നതൊക്കെ. ഇതിൽ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നരേൻ ഇതിലൊരു എന്താ പറയുക കോമഡി അല്ലെങ്കിൽ ഫൺ മൂഡിലുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സംശയരോഗിയായ ഭർത്താവ്, പുള്ളി ഒരു പോലീസ് ഓഫീസറും കൂടെയാണ്. ദെൻ പിന്നുള്ളത് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് റംസാനും ഗൗരിയുമാണ്. റംസാൻ നമുക്കറിയാം ഭീഷ്മപർവ്വതത്തിലെ സോങ് ഒക്കെ ചെയ്ത് രതിപുഷ്പം സോങ് ഒക്കെ ചെയ്ത് ട്രെൻഡായിട്ടുള്ള ആളാണ്. പുള്ളി ഇതിനകത്ത് ഹീറോ ആണ്. പുള്ളി അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൗരിയുടെ പെർഫോമൻസും കുഴപ്പമില്ല. ഇവർ രണ്ടുപേരിലെ റൊമാൻസ് ട്രാക്കും പരിപാടിയൊക്കെയാണ് സിനിമയുടെ ഒരു കോർ എലമെൻറ്റ്. പിന്നെ അതിലേക്ക് വന്നു കയറുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകളും ഇവരുടെ എന്താ പറയുക ആളമാറിപ്പോൽ പരിപാടികളൊക്കെയാണ്. പഴയൊരു പ്രിയദർശൻ വൈബിലൊക്കെ നമുക്ക് തോന്നുന്നൊരു പരിപാടിയൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വർക്കാവാതെ പോയി. പക്ഷെ പാട്ടുകൾ ഗംഭീരമായിരുന്നു. പാട്ടുകളും അതുപോലെ തന്നെ സ്കോറും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. പണ്ടത്തെ ഇൻഡിപെൻഡൻസ് സിനിമയിലെ മുത്തും തേടി ആ ഒരു സോങ്ങൊക്കെ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുമുണ്ട്. അതിൽ ബൈജു ചേട്ടൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്, അത് കിടുവാണ്. ദെൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ സിനിമയ്ക്കകത്ത് വർക്കായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക സ്റ്റോറി പരിപാടികളിൽ കുറച്ച് വീക്കാണ് സിനിമ. ടെക്നിക്കലിയൊക്കെ സിനിമ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പരിപാടികളിൽ സിനിമ പാളിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ശബരീഷ് വർമ്മയുണ്ട്. അജു വർഗീസിൻ്റെ ഒരു ചെറിയൊരു ഗസ്റ്റ് ഒരു ക്യാമിയോ പോലുള്ളൊരു പരിപാടിയുണ്ട്. അതും കുഴപ്പമുണ്ടായിരുന്നില്ല. സിനിമയുടെ നല്ലൊരു സീനിലായിരുന്നു അജുവിൻ്റെ ഒരു പരിപാടിയൊക്കെ, അത് കൊള്ളായിരുന്നു. ശബരീഷ് വർമ്മയുടെ ഒരു എന്താ പറയുക ഒരു കോഴി ക്യാരക്ടറൊക്കെ ഉണ്ട്, അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളി ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ബാബു ആൻ്റണിയുടെ ഒരു കോമഡി ട്രാക്കും കാര്യമുണ്ട്. പുള്ളിയുടെ തന്നെ ആക്ഷൻസ് ഒക്കെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ബാബു ആൻ്റണി ഉണ്ട്. ബാബു ആൻ്റണി വലിയ കുഴപ്പമില്ലാത്ത ആക്ഷൻ സീൻ ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട്. പക്ഷേ റൊമാൻസ് ട്രാക്കൊക്കെ എന്തിനായിരുന്നു അറിയില്ല. പണ്ടത്തെ പട്ടാളം സിനിമയിലെ നായക ടെസ്റ്റ് ചെയ്യൽ അവരൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് വലുതും ചെറുതുമായിട്ട്. പിന്നെ ഭഗത് മാനുവൽ പുള്ളിയുടെ ഒരു പരിപാടി തുടക്കത്തിലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നെ എന്തോ അത്ര ഇതായി തോന്നിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഇതെനിക്കൊരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. മേ ബി ഒരു ഡീസൻറ്റ് ലെവൽ അപ് ടു ഡീസൻറ്റ് ലെവലൊക്കെ തോന്നിയ ഒരു പരിപാടിയായിരുന്നു സാഹസം.